ഹായ് കൂട്ടുകാരെ, ഇന്ന് പുതിയ വീഡിയോയിലേക്ക് എൻ്റെ സ്വാഗതം. ഇന്നൊരു മധുരപലഹാരമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് 1 കപ്പ് ചുവന്ന അവിലാണ് എടുത്തേക്കണത്. പിന്നെ അതിനനുസരിച്ചിട്ട് റവ എടുത്തിട്ടുണ്ട് കേട്ടോ. അത്രേ എടുത്തിട്ടുള്ളൂ. ഈ 2 സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അത് നമുക്ക് മിക്സിയിൽ ഒന്ന് പൊടിച്ചു കൊണ്ടുവരാം. മിക്സിയിൽ പൊടിച്ചു ഈ പരുവത്തിൽ ആവണം. ഭയങ്കര എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് സ്വീറ്റ് ഡിഷ് കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കാം നമുക്ക് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് 2 അച്ച് ശർക്കരയാണ് ഞാൻ എടുത്തേക്കണത്. അതിൻ്റെ ശർക്കര ഉണ്ടാക്കിയതാണ്, വെള്ളം ഉണ്ടാക്കിയതാണ്. അതിൽ നമുക്കിതൊന്ന് കുതിർത്തി വെക്കണം കേട്ടോ. ഇത് കുതിർത്തിയിട്ട് കുറച്ച് നേരം നമുക്കത് അടച്ച് വെക്കണം. നമുക്ക് കുതിർത്തി കഴിഞ്ഞതിന് ശേഷം ഈ റവ ഇരട്ടിക്കിലോ കുതിർത്തി കഴിഞ്ഞാൽ അപ്പോൾ അതിന് വേണ്ട ഒരു പരുവത്തിൽ നമ്മൾ ശർക്കര ഒഴിച്ചിട്ട് നമ്മളതിങ്ങനെ ഒരു ലേശം ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ അതിലേക്ക്, ആ മധുരം ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 2 അച്ച് ശർക്കര ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള റവ 1 കപ്പ്. കുറച്ച് നേരം നമുക്കത് അടച്ച് വെക്കാം. റവയൊക്കെ ഒന്ന് പൊങ്ങി വരുമല്ലോ കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ അപ്പോഴേക്കും നമുക്ക് അതിലേക്ക് വേണ്ട പഴം അരിഞ്ഞെടുക്കാം. നമുക്ക് നേന്ത്രപ്പഴം, 1 നേന്ത്രപ്പഴമാണ് കേട്ടോ ഞാൻ എടുത്തേക്കണത്. അപ്പോൾ 1 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് നമുക്ക് നെയ്യിൽ വറുത്ത് കോരിയെടുക്കാം. നെയ്യിലൊന്ന് വറുക്കാം കേട്ടോ നമുക്കത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കേട്ടോ. പക്ഷേ നെയ്യാണ് ഒഴിച്ചേക്കണത്. അതൊഴിച്ചു. നമ്മുടെ വീട്ടിലുണ്ടാക്കിയ നെയ്യ് തന്നെയാണ് ഒഴിച്ചത്. അതിലേക്ക് നമ്മൾ ഈ പഴം, 1 നേന്ത്രപ്പഴം അതിലേക്ക് ആഡ് ചെയ്യാം നമുക്ക്. അത് ആഡ് ചെയ്തിട്ട് ഒന്ന് നെയ്യിൽ ഒന്ന് വറുക്ക് വേണ്ടുള്ളൂ കേട്ടോ. അധികം ഒന്നും ആക്കേണ്ട ആവശ്യമില്ല, കുറച്ചൊന്ന് വറുക്കുക ആവശ്യമുള്ളൂ. അപ്പോൾ അതിലേക്ക് നമുക്ക് 2 പിടി തേങ്ങ കൂടി അതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഈ തേങ്ങയും നേന്ത്രപ്പഴം അത് അതിലേക്ക് ആഡ് ചെയ്യാം. ഒരു വെറൈറ്റി ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാം. ഇത് ഇലയിലും ഉണ്ടാക്കാം കേട്ടോ. ഇത് ഞാൻ ഇഡ്ഡലി പാത്രത്തിലാണ് ഉണ്ടാക്കണേ. ഇതിപ്പോൾ നമ്മളെ റവയൊക്കെ ഒന്ന് പൊങ്ങി വന്നു വെള്ളത്തിൻ്റെ. അപ്പോൾ ഈ ഇപ്പോൾ ഉണ്ടാക്കിയ സാധനം അതിലേക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കശുവണ്ടി ഇടാം, മുന്തിരി ഇടാം. ഞാൻ പഴമുള്ള കാരണം ഇത് രണ്ടും ഞാൻ ഇട്ടിട്ടില്ല. വേണമെന്നുള്ളവർക്ക് ഇടാം കേട്ടോ. അപ്പോൾ നമ്മുടെ മിശ്രം ശരിയായി. അപ്പോൾ അത് പൊങ്ങി വന്നപ്പോൾ അതിലത്തെ വെള്ളം കുറവായില്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി ഇടാം കേട്ടോ. ഏലക്ക പഞ്ചസാരയിൽ പൊടിച്ചതാണ്, അതും അതിലേക്ക് ആഡ് ചെയ്തു. ഇതൊക്കെ വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. ഈ 4 ഇൻഗ്രീഡിയൻ്റ് ശരിക്കും ആവശ്യമുള്ളൂ. അപ്പം നമ്മൾ അത് ഇപ്പോൾ വെള്ളം കുറവായ ആ വെള്ളം പാകത്തിനനുസരിച്ചിട്ട് നമുക്കത് ഒരു മാവ് പരുവത്തിൽ ആക്കാം. നമുക്കത് മാവിൻ്റെ ഇത് ഇലയിൽ ഉണ്ടാക്കാം, ഇലയിൽ പൊതിഞ്ഞിട്ടുണ്ടാക്കാം. ഞാനിത് ഇഡ്ഡലി തട്ടിലാണ് ഉണ്ടാക്കണത്. അപ്പോൾ എനിക്ക് ഒഴിക്കണ ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ, വെരി സോറി. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും അഭിപ്രായം സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്, ദയവായിട്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇങ്ങനെയായിട്ടിരിക്കും നമ്മുടെ ഇത്. അപ്പോൾ ഈ പരുവത്തിലായിരിക്കും നമ്മുടേത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.